പിന്നെ ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ പണിക്കും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അതിന് ഇതിൽ ഇൻഷൂറിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ അനുഭവം ഉണ്ട്. അതായത് നമ്മൾ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും ഡിസ്ചാർജ് ആക്കി. ചിലപ്പോൾ നമുക്ക് വാടക ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. നമ്മളും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. വാടക നമുക്ക് ചോദിക്കാൻ ഒരു അത് നല്ലൊരു ചോദ്യം. കാരണം ഉണ്ടല്ലോ, ഞാൻ ഈ ഇൻഷുറൻസ് കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലെയിം അപകടത്തിന്റെ ഒന്നും പോലും ഇല്ലാതെ എല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ചോദ്യം എന്നെ വല്ലാതെ അലട്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് അപകടം പറ്റി ആശുപത്രിയിൽ ചെന്ന് ഇൻഷുറൻസ് ഉണ്ട് ഇല്ലായിരിക്കാം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടും. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് മാസങ്ങളോളം പണിയെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ എനിക്കും ഉണ്ട് കുറെ ക്ലെയിം വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ഞാൻ കൊടുത്ത പോളിസികളിൽ അവർക്ക് ഏറ്റവും അടിപൊളി ഒരു പ്ലാൻ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 10 ലക്ഷം രൂപേൻ്റെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റി ആശുപത്രിയിൽ ചെന്നു, നമുക്ക് വീണ് കാല് നല്ല പൊട്ടാണ്. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടിയതിന് 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. കൂടാതെ വേറെ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ 1 ലക്ഷം വരെ ചികിത്സയ്ക്ക് കിട്ടും. അപകടത്തിന്റെ കേസിനാണ് ഇത്, ചികിത്സയ്ക്ക് കിട്ടും. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു 2 മാസമാണ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞത്. കാലൊക്കെ ഒടിഞ്ഞാൽ ചിലപ്പോൾ 3-4 പേർക്ക് എടുക്കും. അപ്പം 2 മാസമാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന ഓരോ ആഴ്ചയും 10,000 രൂപ വെച്ചിട്ട് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ 2 മാസം കിടന്നാൽ ഏകദേശം 80,000 രൂപ നമുക്ക് മറ്റേത് കിട്ടിയത് കൂടാതെ നമുക്ക് പൈസ ആയിട്ട് കിട്ടും. 80,000 രൂപ അത് ഓർത്ത് നോക്കണം. അത് ആഴ്ചക്ക് 10,000 ആണ്. അപ്പം അങ്ങനെ 10,000 ആഴ്ചക്ക് 10,000 വെച്ച് കിട്ടും. അഥവാ നമ്മൾ ഇതാണല്ലോ, നമുക്കറിയാലോ, ചിലപ്പോൾ അവർക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടും. കൂടാതെ അവർക്ക് ഡിസബിലിറ്റി ആണ്, എടുക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് അന്നേരം 10 ലക്ഷം രൂപ ആ ഡിസബിലിറ്റിക്കും അവരുടെ പെർസെൻറ്റേജിനനുസരിച്ച് ഡിസബിലിറ്റിക്ക് കിട്ടും. ഒന്ന് ഓർത്ത് നോക്കണം. അപകട ചികിത്സയ്ക്ക് 1 ലക്ഷം, എല്ല് പൊട്ടിയതിൻ്റെ ഇതിനനുസരിച്ച് 1 ലക്ഷം വരെ ക്യാഷ്. പിന്നെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പം ആഴ്ച തോറും 10,000. പിന്നെ നമുക്ക് ഡെത്തോ ഡിസബിലിറ്റിയോ വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ക്യാഷ് കിട്ടുന്ന ഒരു അടിപൊളി പരിപാടിയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആശുപത്രിയിൽ അപകടം പറ്റി ചികിത്സ എടുക്കുന്ന ഓരോ ദിവസവും 3,000 വെച്ച് ക്യാഷും കൂടെ കിട്ടും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയാവോ? ഇതിന് ഏകദേശം എത്ര പൈസ ഉണ്ടാവും? ഒരു ഊഹം പറയുവാണല്ലേ. ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന ഒരു പ്ലാൻ ഒരാൾക്ക് എടുക്കുന്നതിന് ഏകദേശം എത്ര പൈസയാവും? വെറും 3,060 രൂപയേ ഉള്ളു. വെറും 3,060 രൂപയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടും. ഒരാൾക്ക് എടുക്കുന്നതിന് വെറും 3,060 രൂപയ്ക്ക് ഇത്രയും ഫീച്ചർ കിട്ടും. അത് നമുക്കിപ്പം പലർക്കും അറിയത്തില്ല. അപ്പൊ അത് നല്ലൊരു പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓടി നടക്കുന്നവർക്കൊക്കെ എടുത്തു വെക്കേണ്ട ഒരു പ്ലാനാണ്. കാരണം എല്ലാ രീതിയിലും കിട്ടുന്നുള്ളൂ. നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ വീട്ടില് പണിയില്ലാതെ റെസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ട സാഹചര്യത്തില് നിങ്ങളുടെ വാടകയും തരാം. അവര് പണിക്ക് പോയാൽ ചിലപ്പോൾ 40,000 രൂപ മാസം മിച്ചം കിട്ടുകയില്ല. പക്ഷെ ഇതില് നമുക്ക് പൈസ കിട്ടും. ഇത് നല്ലൊരു പ്ലാനാണ്. ഇപ്പൊ ഞാൻ കുറെ പേർക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക. അത് ഏത് ഇൻഷുറൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. അത് ഇൻഷുറൻസുമായിട്ട് ബന്ധമില്ല. ഇത് സെപ്പറേറ്റ് വേറൊരു പ്ലാൻ തന്നെയാണ്. ഇത് ആർക്കും എടുക്കാം. അങ്ങനെയാണ്. അടിപൊളി പ്ലാനാണ്.